അപ്പൊ ഇനി നമുക്ക് മൊമെന്റ്സ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. മൊമെന്റ്സ്. അപ്പൊ ഫസ്റ്റ് മൊമെന്റ് എന്താ? mean, that is expected value of x, that is equal to expected value of x is equal to, ശ്രദ്ധിക്കണം, നമ്മൾ ഇനി പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ എന്താണ്? കണ്ടിന്യൂസ് ആകുമ്പോ സമ്മേഷൻ അല്ല, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ്പെക്ടേഷൻ പഠിച്ചപ്പോ നമ്മൾ ഡിസ്ക്രീറ്റ് കേസും കണ്ടിന്യൂസ് കേസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. That is equal to integral minus infinity to plus infinity x into 1 by root 2 pi into sigma into e raised to minus half into x minus mu by sigma all square dx. അപ്പോ ഇന്റഗ്രേഷൻ ഒക്കെ അറിയാലോ, വേഗം ഇന്റഗ്രേറ്റ് ചെയ്യുക. നമുക്കിവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എക്സിന്റെ കൂടെ ഒരു മൈനസ് മ്യൂവും ഒരു പ്ലസ് മ്യൂവും ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഓൾ സ്ക്വയർ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു x minus mu by sigma all square dx plus integral minus infinity to plus infinity mu into e raised to minus half into x minus mu by sigma all square dx. Which is equal to, അപ്പൊ ഞാനിതിനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സ് മൈനസ് മ്യൂ എന്നുള്ളത് ഒരു ടേമും മ്യൂ എന്നുള്ള അടുത്തൊരു ടേമുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായി? ഈവൻ ഫംഗ്ഷനായി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിരുന്നുണ്ടെങ്കിൽ എന്തായി? ഓഡ് ഫംഗ്ഷൻ ആയി. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടണം? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടണം. അല്ല, എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുമ്പോ മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായി? അത് ഓഡ് ഫംഗ്ഷൻ ആയി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എക്സ് മൈനസ് മ്യൂ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിനകത്ത് ഞാൻ എക്സിന് മൈനസ് കൊടുക്കുമ്പോ എന്ത് വരും? ഇവിടെ മൈനസ് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുക? 1/√2 സിഗ്മ വിട്ടുപോയേ. 1/√2 സിഗ്മ 1/√2 സിഗ്മ e raised to minus half into x minus mu by sigma whole square. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സിന് എക്സ് മൈനസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ മൈനസ് വരും. അതായത് എഫ് ഓഫ് ഈ ഫംഗ്ഷനകത്ത് ഞാൻ മൈനസ് എക്സ് എടുക്കുന്നിടത്ത് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ എന്താവും?
നെഗറ്റീവ് ആവും. അപ്പൊ അത് ഓഡ് ഫംഗ്ഷൻ ആയി. ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മനസ്സിലായോ? ഇന്റഗ്രൽ ഓഫ് ഓഡ് ഫംഗ്ഷൻ ബിക്കം 0 ആയിരിക്കും. ദെൻ ഇവിടെ എന്ത് വരും? മ്യൂ ഇസ് എ കോൺസ്റ്റന്റ്. പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? മ്യൂ ഇൻറ്റു ഇന്റഗ്രൽ -∞ പ്ലസ് ഇൻഫിനിറ്റി 1/√2 പൈ ഇൻറ്റു സിഗ്മ e raised to -half into x minus mu by sigma whole square dx വരും. അതായത് ആ f of x നെ അതിന്റെ ഫുൾ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? അതിന്റെ f of x നെ ഫുൾ റേഞ്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എടുത്ത് എഴുതാം. ഇന്റഗ്രൽ -∞ to +∞ x minus mu into 1/√2 pi into sigma e raised to -half into x minus mu by sigma whole square dx plus mu is a constant into integral -∞ to +∞ 1/√2 pi into sigma e raised to -half into x minus mu by sigma whole square. അതായത് ഈ ഫംഗ്ഷൻ f of x നെ ഫുൾ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ് കിട്ടുക. ദാറ്റ് ഈസ് mu into 1 വരും. പ്ലസ് ഇവിടെ എന്തുണ്ട്? 1/√2 pi sigma is a constant into integral -∞ to +∞ x minus mu into e raised to -half into x minus mu by sigma whole square എന്നാണുള്ളത്. അപ്പൊ എക്സിന് അവിടെ മൈനസ് കൊടുക്കുമ്പോ -f of x ആണ് നമുക്ക് കിട്ടുക. അപ്പം ഫംഗ്ഷൻ നെഗറ്റീവ് ആവും. അപ്പോ ഓഡ് ഫംഗ്ഷൻ ആവുമ്പോ ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് 1/√2 pi sigma into 0 plus mu എന്ന് വരും. therefore mean is equal to mu എന്ന് കിട്ടും. mean equal to expected value of x is equal to mu എന്ന് കിട്ടും. ഇനി അതേപോലെ നമുക്ക് വേരിയൻസ് ഡിറൈവ് ചെയ്യണം. ഇപ്പൊ എന്ത് വേണം? by the definition of variance of x is equal to expected value of x minus expected value of x the whole square, which is equal to expected value of x minus mu the whole square. Therefore, which is equal to integral -∞ to +∞ x minus mu into 1/√2 pi into sigma into x minus mu whole square into e raised to -half into x minus mu by sigma whole square dx into -∞ less than x less than infinity. ആവശ്യമില്ല. ഓക്കെ, ഇതാണ് എന്ത് വരിക? കണ്ടുപിടിക്കേണ്ട എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. x മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നത് z എന്ന് എടുക്കുന്നു. x മൈനസ് മ്യൂ ബൈ സിഗ്മ is equal to z എന്ന് എടുക്കുന്നു. therefore ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? dx by sigma equal to dz or dx equal to sigma dz എന്ന് വരും. അതായത് put x minus mu by sigma is equal to z, then x minus mu equal to sigma z, therefore dx is equal to sigma dz. ഇനി x ranges from -∞ to +∞ ആണെങ്കിൽ x minus mu by sigma എന്ന് പറയുന്നതും എന്താണ്? അല്ലെങ്കിൽ z ന്റെ റേഞ്ച് എന്തായിരിക്കും? x ranges between -∞ to +∞ ആണെങ്കിൽ z ranges between -∞ to +∞ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to +∞. അപ്പൊ x മൈനസ് മ്യൂ എന്ന് പറയുന്നത് എന്തൊരു? സിഗ്മ z all square into 1/√2 pi into
സിഗ്മ e raised to minus half into z square dz അല്ല dx ന് പകരം സിഗ്മ dz. ശ്രദ്ധിക്കുക, x മൈനസ് മ്യൂവിന് പകരം ഞാൻ സിഗ്മ z എന്ന് എഴുതി, 1/√2 സിഗ്മ അങ്ങനെ തന്നെ എഴുതി. e raised to minus half into ഇതിന് എന്തെന്ന് കൊടുത്തു, z എന്ന് കൊടുത്തു. ഇനി dx ന് എന്തെന്ന് കൊടുത്തു, സിഗ്മ dz എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു സിഗ്മയുണ്ട്, ഇവിടെ ഒരു സിഗ്മയുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു സിഗ്മ സ്ക്വയർ സെഡ് സ്ക്വയർ ഉണ്ട്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ √2 പൈ ഇൻറ്റു z square into e raised to minus z square by 2 dz എന്ന് കിട്ടി. അപ്പൊ ഈ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ? സെഡിലുള്ള ഫംഗ്ഷൻ ആണ്. ഞാൻ സെഡ് മൈനസ് സെഡ് കൊടുത്താലും സ്ക്വയർ ഉള്ളത് കൊണ്ട് അത് എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. അതായത് എഫ് ഓഫ് മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് കിട്ടും. അതാ അങ്ങനെയാവുമ്പോ എന്ത് വരും, അങ്ങനെയാവുമ്പോ എന്ത് വരും, ഈവൺ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ മൈനസ് ഇൻഫിനിറ്റി 0 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാല് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയ തന്നെയല്ലേ ഇവിടെ തൊട്ട് അവിടെ വരെ സിമെട്രിക് ആണല്ലോ. ഫംഗ്ഷൻ സപ്പോസ് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതുതൊട്ട് ഇതുവരെയുള്ളത് മൈനസും ഇവിടം തൊട്ട് 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്നുള്ളത് പോസിറ്റീവും മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്നത് നെഗറ്റീവും വരും. ഫംഗ്ഷൻ ഈ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. പക്ഷെ ഫംഗ്ഷൻ എന്താ, പോസിറ്റീവ് ഫംഗ്ഷൻ. അപ്പൊ നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും പോസിറ്റീവ് ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഇത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ടോട്ടൽ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു അല്ലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ √2 പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സെഡ് സ്ക്വയർ ഇൻറ്റു e raised to minus z square by 2 dz എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്ത് വേണം, നമുക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ ഉള്ളത് ക്യാൻസൽ ചെയ്യാം. ഞാൻ അടുത്ത ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് z സ്ക്വയർ ബൈ 2 u is equal to z square by 2 du is equal to 2z dz by 2. Therefore du is equal to z dz or du by z equal to dz. അപ്പൊ അതൊക്കെ ഇവിടെ തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് വരും, that is equal to 2 √2 ക്യാൻസൽ ചെയ്തിട്ട് √2 സിഗ്മ സ്ക്വയർ ബൈ √2 പൈ ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി. അപ്പൊ സെഡ് സ്ക്വയർ ആണ് യു ആണ് സെഡ് സ്ക്വയർ ബൈ 2 എന്നുണ്ടെങ്കിൽ സെഡ് സ്ക്വയറിന് എങ്ങനെ എഴുതാം, 2u e raised to minus u സ്ക്വയർ അല്ല e raised to u du by z. Yes, du by z. അപ്പൊ z എന്താന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം അല്ലെ. z സ്ക്വയർ ഈക്വൽ ടു 2u, z is equal to √2u. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, that is equal to
root 2 sigma square divided by root pi into integral 0 to infinity 2u into e raised to minus u into du divided by root 2u. ഈ റൂട്ട് 2 ഈ റൂട്ട് 2 വെട്ടിപ്പോയിട്ട് ഇവിടെ എന്ത് വരും? റൂട്ട് യു എന്ന് വരും. Therefore sigma square by pi into integral 0 to infinity ആ 2 ഞാൻ പുറത്തേക്ക് എടുത്തു. യുവും യു ബൈ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ഡി യു എന്ന് വരും. റൂട്ട് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ഡി യു. അപ്പൊ യു റേസ് ടു റൂട്ട് യു നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി യു റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ടു ഡി യു എന്ന് എഴുതാം. Therefore this is equal to integral ഞാൻ ഈ ടേം മാത്രമേ എഴുതുന്നുള്ളൂ 0 to infinity u raised to 3 by 2 minus 1 അല്ലേ 1 by 2 3 by 2 എന്ന് പറഞ്ഞാൽ 1.5 1.5 ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് 0.5 കിട്ടുക. that is e raised to u by 2 e raised to അല്ല u raised to 1 by 2 u raised to 3 by 2 minus 1 into e raised to minus u into du എന്ന് എഴുതാം. ഇനി ഗാമ ഫംഗ്ഷൻ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഒരു റിസൾട്ട് ആണ്. തൽക്കാലം നിങ്ങൾ അത് പഠിച്ചു വെക്കുക. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x raised to p minus 1 e raised to x raised to p minus 1 into e raised to minus mx into dx. x raised to p minus 1 into m raised to e raised to minus mx into dx ആണെങ്കിൽ which is equal to gamma p divided by m raised to p ആണ് ഇതിന്റെ റിസൾട്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Integral 0 to infinity x raised to p minus 1 into e raised to minus mx dx which is equal to gamma p divided by m raised to p. അപ്പൊ ഇവിടെ p എന്ന് പറയുന്നത് 3/2 ഉം m എന്ന് പറയുന്നത് 1 ഉമാണ് അല്ലേ? കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ p യുടെ സ്ഥാനത്ത് 3/2 ഇവിടെ മൈനസ് യു ദാറ്റ് ഈസ് 1 into u ആണ്. m ന്റെ സ്ഥാനത്ത് 1 ആണ്. therefore ഇതിനെങ്ങനെ എഴുതാം? 2 sigma square by pi into gamma 3/2 divided by 1 raised to 3/2. അപ്പൊ ഇവിടെ 2 sigma square by pi 2 sigma square by pi which is equal to എന്നുള്ളതിന്റെ സൊല്യൂഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തത്. ഈ റിസൾട്ട് എഴുതി വെക്കുക. ഗാമ പി ഡിവൈഡ് ബൈ എം റൈസ് ടു പി ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു പി മൈനസ് 1 ഇൻടു ഇ റൈസ് ടു മൈനസ് എം എക്സ് ഡി എക്സ്. നോക്കണം, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലായതുകൊണ്ട് ഡി എക്സ് എക്സ് റൈസ് ടു എം എക്സ്. ഇവിടെ യുവിലാണ് യു റൈസ് ടു ഇ റൈസ് ടു യു. ഓക്കെ, അത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോ gamma m is equal to m into gamma m minus 1 ആണ്. gamma m is equal to m minus 1 into gamma m minus 1 ആണ്. m minus 1 into gamma m minus 1 ആണ്. അപ്പൊ gamma 3/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/2 minus 1 into gamma 3/2 minus 1 that is equal to 3/2 minus 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 into gamma 1/2. ഇങ്ങനെയാണ് ഗാമ എന്നുള്ളത് എഴുതുക കേട്ടോ. ഗാമ 1/2 that is 1/2 into gamma 1/2 എന്ന് പറഞ്ഞാൽ പൈ ആണ്. ഗാമ 1/2 എന്ന് പറഞ്ഞാൽ പൈ ആണ്. therefore 2 sigma square by pi into half pi gamma 3/2 ന് 1/2 pi
ബൈ 1 എന്ന് പറയാം. അപ്പൊ 2 ഉം 2 ക്യാൻസൽ ചെയ്ത് പോയി, പൈയും പൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും? സിഗ്മ സ്ക്വയർ. Therefore, variance of x is equal to സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും.